പാഞ്ഞു വരുന്ന പോലീസ് വണ്ടി ഒരു വിരൽ കൊണ്ടാണ് അവൾ തടുത്തു നിർത്തിയത്. ഓ, എന്തൊരു ഹീറോ! റിയ ആഹിർ, ആ ചെറുപ്പക്കാരിയുടെ പേരാണ്. വിദ്യാർത്ഥിയല്ല കേട്ടോ. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. ശ്രദ്ധിക്കണം, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. ഇപ്പോൾ എല്ലാവരും വലിയ ഹീറോ ആയിട്ട് പറയുകയാണ്. മുംബൈ പോലീസിന്റെ വണ്ടിയെ ഒരു വിരൽ കൊണ്ട് തലയിൽ ഹൂഡിയൊക്കെ ഇട്ട ഒരു പെൺകുട്ടി തടുത്തു നിർത്തി. ഐക്യദാർഢ്യം. ഈ പൊതുജനം എന്ന് പറയാം, പൊതുജനം സമരത്തിന് പിന്തുണ കൊടുക്കുന്നു. പക്ഷേ ഒരു ഇൻഫ്ലുവൻസർ വന്ന് പിന്തുണ കൊടുക്കുമ്പോൾ അതിന് കാര്യമുണ്ട്. കാരണം ആ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞ് വളരെ പെട്ടെന്ന് റിയ ആഹിർ തൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. കാരണം ആളുകൾ കാണണ്ടേ പടം. നോക്കൂ, എത്ര ആംഗിളിലാണ് അതിമനോഹരമായ ചിത്രങ്ങളാണ് വന്നിരിക്കുന്നത്. നല്ല ഒന്നാം തരം പ്രൊഫഷണൽ ക്യാമറയിൽ എടുത്ത ചിത്രങ്ങൾ. പ്ലാൻഡ് ആണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. പക്ഷേ ബംഗ്ലാദേശിൽ ഇത്തരം ചിത്രങ്ങൾ ഉണ്ടായിരുന്നു, നേപ്പാളിലുണ്ടായിരുന്നു, ശ്രീലങ്കയിലും വന്നിരുന്നു. അപ്പോൾ ഇവർ പറയുന്നത് ഇത് ടിയാനൻമെൻ സ്ക്വയറിൽ ടാങ്കിന് മുന്നിൽ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്ന ഒരു ചിത്രം കണ്ടിട്ട് അവ്യക്തമായ ചിത്രമാണ്. കാരണം അതവിടെ അത്രയേ പറ്റുള്ളൂ. പക്ഷേ ആ ചെറുപ്പക്കാരനെ പിന്നെ കണ്ടിട്ടുണ്ടോ? ഇവിടെ ഇത് പോലീസ് വണ്ടി വിരൽ കൊണ്ട്, ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗോവർദ്ധനം വിരൽ കൊണ്ട് ഉയർത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവൾ വിരൽ കൊണ്ട് ഈ വണ്ടി തടഞ്ഞു നിർത്തിയതിന് ശേഷം ഇവർക്ക് ഇൻസ്റ്റാ അക്കൗണ്ടിൽ പടം പോസ്റ്റ് ചെയ്യാൻ പറ്റി, മാധ്യമങ്ങളോട് സംസാരിക്കാൻ പറ്റി. ടിയാനൻമെനിലെ ചെറുക്കനെ പിന്നെ സ്പൂൺ കൊണ്ട് വടിച്ചെടുക്കുകയായിരുന്നു, സ്പൂൺ കൊണ്ട്. അതാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വ്യത്യാസം, ഷിയും നരേന്ദ്രമോദിയും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ നിങ്ങൾക്ക് മോദി എത്ര പറയാം. ഇന്നലെ ഒരു അമ്മച്ചി വന്നിട്ട് തോക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ട് വെടിവെച്ച് ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു അമ്മച്ചിയെ നമ്മൾ കണ്ടില്ലേ. പീരങ്കി വെച്ച് പാർലമെന്റ് പൊട്ടിക്കണം, രാജ്യത്തെ നിയമമൊക്കെ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകം കീറിക്കളയണം എന്നൊക്കെ പറഞ്ഞ ഒരു മലപ്പുറത്തെ ഒരു പ്രാന്തൻ ചെറുക്കനെ കണ്ടില്ലേ. മറ്റേ ഭ്രാന്തല്ല, മതഭ്രാന്തൻ. ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോകുന്നു എന്ന് പറഞ്ഞവൻ കേരളത്തിലാണ്. എന്നിട്ട് പിന്നെ അവൻ്റെ മാപ്പ്, എനിക്ക് അബദ്ധം പറ്റിയ അറിയാതെ പറഞ്ഞതാണ്, അവൻ്റെ ഉള്ളിലുള്ളത് പുറത്ത് വന്നതാണ്. അത് അവിടെ നിൽക്കണേ, നമ്മുടെ വിഷയം അതല്ല. അപ്പോൾ റിയ ആഹിർ ഇൻഫ്ലുവൻസറാണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്ക് ഇത്തരം പടങ്ങൾ ഇടുന്നതിന് 65,000 രൂപ ആണ് ഒരു പോസ്റ്റ് ഇടുന്നതിന് റേറ്റ് ഫിക്സ് ചെയ്തിരുന്നത് എന്ന് കാണിച്ചുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ തന്നെ പരസ്യമായി വന്ന് പറഞ്ഞിട്ടുണ്ട്. തനിക്ക് മെയിൽ വന്നു, മെസ്സേജ് വന്നു, കോൾ വന്നു, ചെയ്യാമെങ്കിൽ 65,000 രൂപ. 10,000 കണക്കിന് റീലുകളും ഫോട്ടോകളും ഇങ്ങനെ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റിയ ആഹിറിൻ്റെ ഈ ചിത്രം. കൊള്ളാം, നല്ല ആംഗിൾ. ഞാനിങ്ങനെ ഓർക്കുകയാണ്, ഈ ഷഹീൻ ബാഗ് സമരം നടക്കുമ്പോൾ ഇതുപോലെ ചിത്രം വന്നു. 2 പെൺകുട്ടികൾ, ഒരുത്തി ഇങ്ങനെ വിരൽ ചൂണ്ടി നിൽക്കുന്നു പോലീസിന് നേരെ, ദില്ലി പോലീസിന് നേരെ. നമ്മുടെ മലയാളി പെൺകുട്ടികളാണ്. ഐഷ റന്ന കാലിക്കറ്റ്, ലതീദ ഫർസാന കണ്ണൂർ, ജാമിയ മിലിയയിൽ പഠിച്ചതാണ്. പിന്നീട് ഈ ഐഷ ആണെന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല, ഐ തിങ്ക് സോ. പിന്നീട് വന്നിട്ട് മനുവാദ് സേ ആസാദി എന്നൊക്കെ പറഞ്ഞ് ആസാദി മുദ്രാവാക്യം പലയിടത്തും വിളിച്ചു കൊടുക്കുന്ന വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പെൺകുട്ടിയാണെന്നാണ് എൻ്റെ ധാരണ. തെറ്റാണെങ്കിൽ സോറി. ഏതായാലും ആ ചിത്രം വലിയ ഷഹീൻ ബാഗ് സമരത്തിൻ്റെ ഐക്കണായിട്ട് പ്രചരിപ്പിച്ചു. എന്താ സംഭവം? അക്രമം നടത്തിയ ജാമിയ മില്ലിയിലെ അക്രമകാരികളായ മുസ്ലിം ചെറുപ്പക്കാർ പോലീസ് അടിക്കാൻ വന്നപ്പോൾ അവിടെ കൂടി നിന്ന കുറേ പെൺപിള്ളേരുടെ പാവാടയ്ക്ക് പിന്നിൽ ഒളിച്ചു. പെണ്ണുങ്ങളുടെ വന്നു പാവാടയുടെ താഴെ പോയിരുന്നാൽ പോലീസിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് 2 പേര് നിന്നിട്ട് ഇങ്ങനെ വിരൽ ചൂണ്ടി. ഈ 2 പേർ പ്രതിരോധമായിട്ട് നിന്നു. ബാക്കിയുള്ള ആ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ഈ 2 പേരെ മാറ്റി നിർത്തിയാൽ കുറച്ച് പെൺകുട്ടികളുടെ നടുക്ക് വേറെ ചില ആളുകളുടെ ഷൂ കാണാം. അങ്ങനെ പെൺകുട്ടികൾ, അങ്ങനെ ലോകത്തെമ്പാടും അങ്ങനെയാണ്, പെൺകുട്ടികളെയും കുട്ടികളെയും കവചമാക്കും, എന്നിട്ട് ഭീകരന്മാർ ഒളിച്ചിരിക്കും. അതാണ് ഷഹീൻ ബാഗ് സമരത്തിലെ ഐഷയും ലതീദ ഫർസാനയും വിരൽ ചൂണ്ടി നിൽക്കുന്ന ഐക്കോണിക് ചിത്രത്തിൻ്റെ പിന്നിലെ കഥ. തൊട്ടുപോകരുത് പോലീസിനെ, ചുട്ടുകളയും എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രചാരണം. അതവിടെ നിൽക്കട്ടെ. പിന്നെ നമ്മൾ ഈ ജാമിയ മില്ലിയിലെ മാത്രമല്ല, നമ്മൾ വലിയ 2 ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്, വലിയ ചിത്രങ്ങൾ. അതായത് ഒന്ന് അശോക് പാർമർ, അശോക് മോച്ചി എന്ന് പറയുന്ന ഒരാളുടെ ചിത്രമാണ്. അയാൾ ഗുജറാത്തിലെ അഹമ്മദാബാദിലെ ഒരു ചെരുപ്പ് കുത്തിയായിരുന്നു. അയാൾ അവിടെ നിൽക്കുമ്പോൾ അയാളോട് വന്നിട്ട് ഒരു ഫോട്ടോഗ്രാഫർ, സെബാസ്റ്റ്യൻ ഡിസൂസ എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫർ പറഞ്ഞു, എടേ ഒരു ഫോട്ടോ എടുക്കണം, താൻ ഇങ്ങോട്ട് മാറി നിന്നേ, തൻ്റെ കയ്യിലിരിക്കുന്ന ആ ചുവന്ന നിറമൊക്കെയുള്ള ആ തുണി എടുത്തിട്ട് തലയിലൊന്ന് കെട്ട, എന്നിട്ട് ഒരു കമ്പിയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഭീകര വാളുമായിട്ട് നിൽക്കുന്ന പോലത്തെ ഒരു ചിത്രം പോസ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പോസ് ചെയ്തൊരു ചിത്രം എടുത്തു. AFP അത് പ്രസിദ്ധീകരിച്ചു. എന്നിട്ട് ആ ചിത്രം വൈറലായി. എങ്ങനെയാണെന്നറിയോ? ഗുജറാത്ത് കലാപകാലത്ത്
മുസ്ലിമുകളെ വേട്ടയാടാൻ നിൽക്കുന്ന ഹിന്ദുത്വ ഭീകരൻ എന്ന് പറഞ്ഞ് ആ ചിത്രം ലോകം മുഴുവൻ പ്രചരിപ്പിക്കപ്പെട്ടു. ഇപ്പോഴും കാണിക്കുന്നു. അശോക് മോച്ചി തന്നെ വന്ന് പറഞ്ഞു, അയ്യോ എനിക്കിതൊന്നും അറിയത്തില്ല കേട്ടോ, എന്നോട് വന്നിട്ട് ഈ ഫോട്ടോഗ്രാഫർ ആവശ്യപ്പെട്ടു ഇങ്ങനെ ഒരു ചിത്രത്തിന് പോസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചു, എനിക്കിതിന് പൈസ തന്നു, ഞാനെടുത്തു, കാശ് കിട്ടുന്നതല്ലേ, ഞാൻ ചെയ്തു. ഇപ്പോൾ സെബാസ്റ്റ്യൻ ഡിസൂസ എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫർ വിഖ്യാതനായ ഫോട്ടോഗ്രാഫറാണ്. അദ്ദേഹത്തോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ഏത് കാര്യത്തിനെന്നറിയോ? മുംബൈ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ ജീവൻ തൃണവൽഗണിച്ച് അജ്മൽ കസബിൻ്റെ ചിത്രമെടുത്ത ആളാണ്. അജ്മൽ കസബിനെ ജീവനോടെ പിടിച്ചില്ലെങ്കിൽ RVS മണിയുടെ പുസ്തകത്തിൽ പറയുന്നത്, നമ്മളൊരു വീഡിയോ ചെയ്തു കഴിഞ്ഞ ഞായറാഴ്ച ചെയ്തതിന് ബാക്കി നമ്മൾ പിറ്റേന്ന് ചെയ്യാൻ പറ്റില്ല, ഈ ഞായറാഴ്ച നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട്, സമീർ ചൗധരി എന്നുള്ള പേര്, ഹിന്ദു പേരുള്ള ID കാർഡ് നെറ്റിയിൽ കൂടി കയ്യിൽ ചരട് ഒക്കെ ആയിട്ടാണ് അജ്മൽ കസബും സംഘവും പാകിസ്ഥാനിൽ നിന്ന് വന്നത്. സെബാസ്റ്റ്യൻ ഡിസൂസയുടെ ചിത്രം, പിന്നെ അയാളെ ജീവനോടെ പിടിക്കാൻ കഴിഞ്ഞത്, അത് രണ്ടുമാണ് ഇതിനകത്ത് ഹിന്ദു ഭീകരത എന്ന് പറയുന്ന ഒരു ഘടകമല്ല. ഇത് പാകിസ്ഥാനികൾ തന്നെ നടത്തിയതാണ്. സർക്കാരും പാകിസ്ഥാനും ISIയും കൂടെ, കോൺഗ്രസ് സർക്കാരും കൂടെ ചേർന്ന് ഒത്തു കളിച്ചാണ് 166 പേരെ മുംബൈയിൽ കൊന്നത് എന്നതിൻ്റെ സത്യം പുറത്തു വന്നു. അപ്പോൾ നല്ല ഫോട്ടോഗ്രാഫറാണ്. പക്ഷേ എന്തിനാണ് അദ്ദേഹം ഈ അശോക് മോച്ചിയെ പിടിച്ചിട്ട് ഇങ്ങനൊരു പോസ്റ്റ് ചെയ്യിച്ചെന്ന് അറിയത്തില്ല. പിന്നെ മറ്റൊരു ചിത്രമുണ്ട്, കൊലയാളികൾക്ക് മുന്നിൽ തന്നെ രക്ഷിക്കണേ, എൻ്റെ ജീവൻ രക്ഷിക്കണേ എന്ന് പറഞ്ഞു ഒരുത്തൻ തൊഴുതു പിടിക്കുന്ന ചിത്രം, കുത്തബുദ്ദീൻ അൻസാരി. മറന്നുപോയോ? ഈ 3 ചിത്രങ്ങളും ഈ ചിത്രങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ഇങ്ങനെ ഒരു നറേറ്റീവ് ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയെടുത്ത ചിത്രങ്ങളാണ്. അതുപോലെ റിയ അഹിറിൻ്റെ ചിത്രവും ഇപ്പോൾ ഉപയോഗിക്കാം. വിരലുകൊണ്ട് വണ്ടി തടഞ്ഞ പെൺകുട്ടി. കേൾക്കാൻ നല്ല രസമാണ്. ചൈനയിലായിരുന്നെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സ്പൂൺ കൊണ്ട് വടിച്ചെടുത്തേനെ. മുംബൈ പോലീസിന് ഒന്ന് ഗിയർ മാറ്റിയാൽ, വണ്ടി ഒന്ന് അനക്കിയാൽ ഈ മുരിങ്ങക്ക പോലെയുള്ള പെൺകുട്ടിയെ നീക്കിവിടാൻ പാടില്ലായിരുന്നു. ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിൽ ജനാധിപത്യമുണ്ട്. ജനാധിപത്യപരമായി സമരത്തെ നേരിടണം എന്നാണ് ഇന്ത്യയിലെ ഭരണാധികാരികൾ അമിത്ഷായും നരേന്ദ്രമോദിയും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പോലീസിൻ്റെ വണ്ടി തടയാം, നിങ്ങൾക്ക് പോലീസിൻ്റെ വണ്ടിക്ക് കല്ലെറിയാം, നിങ്ങൾക്ക് നരേന്ദ്രമോദിയെ കൊല്ലുമെന്ന് എത്രയോ പേർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്കതും പറ്റും. നിങ്ങൾക്ക് പീരങ്കി വെച്ച് പാർലമെന്റ് പൊട്ടിക്കാം എന്ന് പറയാം, ഭരണഘടന കത്തിച്ച് കളയാം എന്ന് പറയാം. ജനാധിപത്യമുണ്ട്. പക്ഷേ അതിന് പരിമിതിയുമുണ്ട്. അത് മറികടക്കുന്നു എന്ന് വരുമ്പോഴാണ് ഭരണകൂടം ഇടപെടുന്നത്. ഇപ്പോൾ ഭരണകൂടം ഇടപെടേണ്ടുന്ന സമയമായിരിക്കുന്നു. റിയ അഹിർ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് നല്ല പൈസ കിട്ടിയിട്ടുണ്ടാവും. എന്തായാലും ഫോട്ടോ എടുത്ത് വൈറലായി. ഈ വണ്ടി എത്ര നേരം ഈ വണ്ടി വിരൽ കൊണ്ട് തടുത്തവിടെ നിർത്തി, അതിനുശേഷം മുംബൈ പോലീസ് മുന്നോട്ട് നീങ്ങിയില്ലേ? 1-2 മിനിറ്റ് നേരം നടത്തിയ ഒരു നാടകം, ഒരു സമരത്തിൻ്റെ പ്രതീകമായി കൊണ്ടു നടക്കുന്നവർ അവർ അങ്ങോട്ട് ആഘോഷിക്കട്ടെ. പക്ഷേ ഇതൊക്കെ വലിയ പ്രചാരവേലയുടെ ഭാഗമാണ്. അത് നമ്മൾ മറക്കാതിരിക്കുക. കാരണം വെൽ ഓർഗനൈസ്ഡായിട്ട് സത്യത്തിൽ ഒരു കാര്യം സമ്മതിക്കുന്നു കേട്ടോ, ഈ രാജ്യവിരുദ്ധ ശക്തികളുടെ ഈ നറേറ്റീവ് ബിൽഡിങ്ങിന് മുന്നിൽ സത്യത്തിൽ ദേശീയ പക്ഷത്തുള്ള കക്ഷികൾ ഒന്ന് പതറിപ്പോയി. സർക്കാർ പോലും പതറിപ്പോയിട്ടുണ്ടോ? ആലോചിക്കേണ്ടതാണ്. സർക്കാരിനെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടി പതറിപ്പോയിട്ടുണ്ടോ? നറേറ്റീവ് ബിൽഡിങ്സിന്, ഇതിന് കൗണ്ടർ നറേറ്റീവ്സ് ഉണ്ടാക്കാൻ. ഏതായാലും ഇത് മറ്റാരും എത്തിച്ചു തരാതെ ഞങ്ങളുടെ സ്വന്തം സോഴ്സിൽ നിന്ന്, ഞങ്ങളുടെ പരിമിതമായ സോഴ്സുകളിൽ നിന്ന് എടുക്കുന്ന വാർത്തകളാണ് പ്രിയപ്പെട്ടവരെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കണ്ടന്റുകളെല്ലാം ഞങ്ങളുടേതാണ്, ഞങ്ങളുടെ കോപ്പിറൈറ്റുള്ള കണ്ടന്റുകളാണ്. ഇത് ആരും ഞങ്ങൾക്ക് ഫീഡ് ചെയ്ത് തരുന്നൊന്നുമല്ല, BJPയോ BJPയുടെ സോഷ്യൽ മീഡിയ ഒന്നും അല്ല. ഞങ്ങൾ മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ ഞങ്ങൾ ഈ സമരത്തെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും അതിലെ രാജ്യവിരുദ്ധ ഘടകങ്ങളെ കണ്ടെത്തുകയും അത് തേടിപ്പിടിച്ച് നിങ്ങളോട് പറയുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിയ അഹിർ എന്നുള്ള പേര് നിങ്ങൾ മറക്കരുത്. ആ പേര്, ഇത്തരം ഞാൻ പറഞ്ഞ പേരുകളെല്ലാം കൂട്ടിവെച്ച് ആലോചിക്കുക. രാജ്യവിരുദ്ധ ശക്തികൾക്ക് എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ രാജ്യത്തെ സർക്കാരിൻ്റെയും ഭരണകക്ഷിയുടെയും സാമൂഹ്യ മാധ്യമ ഇടപെടലുകളെക്കാളും വലിയ തോതിൽ ഇവർക്ക് അവരുടെ നറേറ്റീവ്സ് പ്രചരിപ്പിക്കാൻ കഴിയുന്നുവെങ്കിൽ എന്തോ ഒരു കുഴപ്പം എവിടെയുമുണ്ട്.
അതൊരു പ്രധാനപ്പെട്ട ന്യൂനത തന്നെയാണ്. അത് പരിഹരിക്കേണ്ടതാണ്. കാരണം എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ BJP അടക്കമുള്ള ദേശീയ പക്ഷത്തുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് ഇൻസ്റ്റ അടക്കമുള്ള സോഷ്യൽ മീഡിയയിൽ എത്ര സ്വാധീനമുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രി രാത്രി 12 മണിക്ക് ശേഷം നടത്തിയ 2 മിനിറ്റ് പ്രസംഗം 135 മില്യൺ കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയിലെ ഒരു ചെറുപ്പക്കാരന്, ഒരു സൂപ്പർ താരത്തിന് കിട്ടാത്ത അംഗീകാരമാണ്. ഇപ്പോഴും മോദി തന്നെയാണ് അജയൻ. റിയ അഹിറൊക്കെ ഇതുപോലെ അങ്ങ് മറഞ്ഞു പോകും. പിന്നീട് എവിടെങ്കിലുമൊക്കെ ഒരു പടമായിട്ട് ആരെങ്കിലും റഫറൻസ് പറയുമ്പോൾ ഓർക്കുമ്പോൾ ഒരു പെണ്ണുണ്ടായിരുന്നു, അവളിങ്ങനെ ഒരു വണ്ടി തടഞ്ഞൊരു നാടകം നടത്തിയിട്ടുണ്ട്. ഇടിവണ്ടി ഒരുപാട് പേരുടെ നെഞ്ചത്തൂടി കയറി ഇറങ്ങിയിട്ടുള്ള നാടാണ് ഇന്ത്യയും കേരളവും. പക്ഷെ നരേന്ദ്രമോദിയുടെ കാലത്ത് നരേന്ദ്രമോദി അത് ചെയ്യുന്നില്ല. എന്നിട്ടും നരേന്ദ്രമോദിക്ക് നരാധമൻ എന്നാണ് പേര്, നരഭോജി എന്നാണ് പേര്. ഈ കൊച്ചിയിൽ നരഭോജി എന്നെഴുതി പ്ലക്കാർഡുമായിട്ട് പ്രകടനം നടത്തി. അദ്ദേഹം ഫാസിസ്റ്റ് ആണെന്ന് പറയുന്നു. ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞു, പ്രിയപ്പെട്ട മോദിജി, അങ്ങ് എന്തെങ്കിലും ഒന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന്. ഏതായാലും കുറച്ച് നടപടികൾ ഉണ്ടായിട്ടുണ്ട്. ഇനിയും നടപടികൾ തുടരുമെന്നാണ് അറിയുന്നത്. റിയ അഹിർ അതിൻ്റെ പേരിൽ ഒരു സെലിബ്രിറ്റിയായി മാറുന്നുവെങ്കിൽ റിയയ്ക്ക് കൊള്ളാം. റിയയ്ക്ക് 4 ചക്രം കിട്ടുമെങ്കിൽ കിട്ടട്ടെ. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർ പറയാത്ത വാർത്തകളുമായി നിർഭയം നിരന്തരം ഞങ്ങൾ രാജ്യത്തിനൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. നമുക്കൊന്നിച്ച് ഈ യാത്ര തുടരാം. ഇന്ത്യ ലൈവ് നേഷൻ ഫസ്റ്റ് എന്ന് കരുതുന്ന ചാനലാണ്. അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ ആളുകൾക്ക് ഇതിൻ്റെ ലിങ്ക് എത്തിച്ചു കൊടുക്കണം. കമൻ്റ് ഇടണം, ലൈക്ക് അടിക്കണം. ജോയിൻ ബട്ടൺ അമർത്താൻ കഴിയുന്നവർ ആ ജോയിൻ ബട്ടൺ കൂടി അമർത്തണം.